കേരളത്തിൻ്റെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ BJP ഭരിക്കുന്നതിന് കാരണക്കാരനായ കൗൺസിലർമാരിൽ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് ഇന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടുമായിരുന്നിട്ടും ആ സുഗതനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആഭ്യന്തര സെക്രട്ടറി സർക്കുലർ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് കേരളത്തിൽ ഒരു BJP കോർപ്പറേഷൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകിയത് കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിലെ സെക്രട്ടറിയാണ്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ്. എന്തിന് അങ്ങനൊരു സർക്കുലർ നൽകി? ഇന്ന് തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഈ സുഗതൻ്റെ ഒപ്പം പിന്തുണ പ്രഖ്യാപിച്ച നേതാവിൻ്റെ പേര് സുധീഷ് എന്നാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. രമേശ് ചെന്നിത്തല അതിർത്തി പ്രകടിപ്പിച്ചു. പക്ഷേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് ആ വാചകം എന്നത് ഞാൻ ആദ്യമേ പറയട്ടെ. 10,000 കോടി രൂപ തന്നാലും PMC എന്ന വർഗീയ വിഷം നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരില്ലെന്ന് ബംഗാളിലെ വനിതാ മുഖ്യമന്ത്രിയായ മമതാജി പറഞ്ഞു. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ടൊരു മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം. ഞാൻ ആ വാചകത്തോട് യോജിക്കുന്നില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പറഞ്ഞ നേതാവിൻ്റെ പേര് PM എ സലാം, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇന്ന് PM എ സലാം ആ വാചകത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു PM എ സലാം അങ്ങ് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ വാചകത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മാറി. ഇപ്പോഴുള്ളത് VD സതീശനാണ് മുഖ്യമന്ത്രി. ഈ ആരോപണം VD സതീശനെതിരെ ഉന്നയിക്കാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം.